സൗദി അറേബ്യ ഒരു കാലത്ത് ടൂറിസ്റ്റുകൾ തീരെ കടന്നു ചെല്ലാത്ത ഒരു രാജ്യം. ടൂറിസ്റ്റുകൾക്കെന്നല്ല, തൊഴിൽ തേടി എത്തുന്നവർക്ക് പോലും അല്പം ഭയമുണ്ടായിരുന്ന ഒരു നാടാണത്. കാരണം വളരെ കർശനമായ നിയമങ്ങൾ, ടൂറിസത്തെ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത നാട്, വലിയ ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒന്നും അനുവദിക്കാത്തൊരു നാട്. അതായിരുന്നു പുറത്തുള്ളൊരു ചിന്ത. എന്നാൽ കോവിഡിന് ശേഷം കഥയാകെ മാറി. കോവിഡിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു പ്രധാന യാത്ര സൗദി അറേബ്യയിലേക്കായിരുന്നു. സൗദി അറേബ്യയിലേക്ക് ക്യാമറയുമായിട്ട് സഞ്ചാരത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി പോകാൻ കഴിയുമെന്ന് അതിനു മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. കാരണം ക്യാമറയുമായി പൊതുസ്ഥലങ്ങളിലൂടെ ചിത്രീകരിച്ച് നടക്കുക എന്നത് അക്കാലത്തെ ഒരു 10-12 കൊല്ലം മുമ്പ് പോലും സൗദി അറേബ്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് വരാത്ത ആഗ്രഹമായിരുന്നു. ഞാനും പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലേക്ക് പോകണം. സൗദി അറേബ്യ വ്യത്യസ്തമായൊരു നാടാണ്, വ്യത്യസ്തമായൊരു ചരിത്രമുണ്ട്, വ്യത്യസ്തമായ സംസ്കാരമുണ്ട്, ഭൂമിശാസ്ത്രപരമായി വളരെയേറെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു നാട് തന്നെയാണത്. പക്ഷേ ഒരു യാത്രാവിവരണത്തിൻ്റെ, ദൃശ്യയാത്രാവിവരണത്തിൻ്റെ ചിത്രീകരണത്തിനായി നമുക്ക് സ്വതന്ത്രമായി മറ്റേത് നാട്ടിലും പോകാവുന്നതുപോലെ പോകാവുന്ന ഒരു രാജ്യമായിരുന്നില്ല സൗദി അറേബ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡിന് ശേഷം സൗദി അറേബ്യ അവരുടെ ടൂറിസം പോളിസികളെല്ലാം മാറ്റുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് ട്രാവൽ പരിപാടികൾ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ആ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയാണ് അവർ എന്നെയും ക്ഷണിക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകനായി അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷണിച്ച ആദ്യത്തെ ഒരാൾ ഞാനായിരുന്നു. ദുബായിലുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാഫി, അദ്ദേഹമാണ് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം ചെയ്തത്. സൗദിയുടെ ടൂറിസം മിനിസ്ട്രിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നടത്തിയതും എനിക്ക് വേണ്ടി സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതും ഡോക്ടർ ഷാഫിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൗദി അറേബ്യയിലേക്ക് പോകാൻ എനിക്ക് ആശങ്കയുണ്ടാക്കുന്ന നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാരണം എനിക്ക് വ്യക്തിപരമായ അറിവുള്ള ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ചെറിയൊരു കാര്യം പറയാം. പല ആളുകളും സഞ്ചാരത്തിനൊപ്പം ലോകയാത്ര നടത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കാറുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന നാളുകളിൽ, അടുത്ത വർഷം ഒക്കെ സഞ്ചാരം ഏതൊക്കെ നാട്ടുകളിലേക്ക് ടൂറുകൾ സംഘടിപ്പിക്കുന്നു എന്നറിയണം എന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ വരുന്ന 2026 ജനുവരിയിൽ കിഴക്കൻ ഏഷ്യയിലെ 4 രാജ്യങ്ങളിലേക്കുള്ളൊരു ദീർഘമായ യാത്രയാണ്. വിയറ്റ്നാം, കംബോഡിയ, ലാവോ, തായ്ലൻഡ്. ഈ 4 രാജ്യങ്ങളിലേക്കും ആ രാജ്യങ്ങളുടെ സംസ്കാരം, ജീവിതം, എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങൾ ഇതെല്ലാം സന്ദർശിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ജനുവരിയിലുള്ളത്. ഫെബ്രുവരിയിൽ നമ്മൾ തായ്ലൻഡ്, മലേഷ്യ, ബാലി, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ബജറ്റ് ടൂറുകൾ നടത്തുന്നു. പിന്നീട് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ജപ്പാനിലേക്ക് 2 യാത്രകൾ നടത്തുന്നുണ്ട്. ജപ്പാൻ എന്ന രാജ്യത്തേക്ക് മാത്രമുള്ള 9 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറി ബ്ലോസം ടൂറുകളുണ്ട്. അതുകൂടാതെ ജപ്പാനും കൊറിയയും ചേർന്നുള്ള ചെറി ബ്ലോസം ടൂറുകളുണ്ട്. ചെറി മരങ്ങൾ പൂക്കുന്ന കാലമാണ് അവിടുത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സീസൺ. അതുകൊണ്ടാണ് അതിന് ചെറി ബ്ലോസം സീസൺ എന്ന് വിളിക്കുന്നത്. അത് ഏപ്രിൽ മാസമാണ്. അങ്ങനെ 2 ടൂറുകളുണ്ട്. കൂടാതെ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കും ബാൾട്ടിക് രാജ്യങ്ങളിലേക്കുമുള്ള ഒരു ദീർഘയാത്ര, അതും ഏപ്രിൽ മാസത്തിലാണ്. 8 രാജ്യങ്ങളാണ് അതിൽ. യൂറോപ്പിലെ 8 രാജ്യങ്ങൾ 14 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. പിന്നീട് മെയ് മാസത്തിൽ USA ഒരു ദീർഘയാത്രയുണ്ട്. ഒപ്പം മംഗോളിയ, ചൈന, ഹോങ്കോങ് ഭാഗത്തേക്കുള്ള മറ്റൊരു യാത്രയും. പിന്നീട് ജൂൺ മാസത്തിൽ നിങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ സഞ്ചാരത്തിൽ കണ്ട ആഫ്രിക്കൻ നാടുകളിലേക്ക് അടുത്ത ജൂൺ മാസത്തിൽ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. 5 രാജ്യങ്ങൾ: സിംബാബ്വെ, സാംബിയ, നമീബിയ, ബോട്സ്വാന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളിലൂടെയുള്ള ദീർഘമായ യാത്ര. അപ്പോൾ ഈ യാത്രകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും, വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ തന്നെ ടൂറിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്, സൗദി അറേബ്യയിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോഴും എന്നെ ആശങ്കപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങളുണ്ടെന്നാണ്. അതിലൊരു കാര്യമാണ് പറയാൻ വന്നത്. ഒരു 10-16 കൊല്ലം മുമ്പ് എൻ്റെ പിതാവ് സൗദി അറേബ്യയിലേക്കൊരു യാത്ര നടത്തി. അദ്ദേഹം ഗൾഫ് നാടുകളിലെ പല രാജ്യങ്ങളിലേക്കും ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം അന്നൊരു സ്കൂൾ നടത്തിയിരുന്നു. ഇപ്പോഴും ആ സ്കൂളുണ്ട്. ലേബർ ഇന്ത്യയുടെ ആ സ്കൂളിൽ പഠിച്ചിരുന്ന മിക്കവാറും കുട്ടികൾ ഗൾഫ് നാടുകളിൽ പേരൻസ് ഉള്ള, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. ഗൾഫ് നാടുകളിലുള്ള മലയാളികളുടെ, പ്രവാസി മലയാളികളുടെ കുട്ടികൾ. അപ്പോൾ അവിടുത്തെ വെക്കേഷൻ സമയമാകുമ്പോൾ അദ്ദേഹം അവിടേക്ക് യാത്ര ചെയ്യും.
പേരൻസിനെ വിളിച്ചു കൂട്ടും, സ്കൂളിനെക്കുറിച്ച് അവരുടെ കുട്ടികളെക്കുറിച്ച് ഒക്കെ സംസാരിക്കും. അതിനുള്ള ചില മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിന് വിസ എടുക്കുന്നതിന് വേണ്ടി സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് വേണ്ട വിസയും ടിക്കറ്റും ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അവർ എല്ലാം റെഡി എന്ന് പറഞ്ഞ് പാസ്പോർട്ടുമായി അദ്ദേഹം പുറപ്പെടുന്ന ആ ദിവസം തന്നെയാണ് എയർപോർട്ടിൽ കൊണ്ടുപോയി ഈ പാസ്പോർട്ട് കൊടുക്കുന്നു. അദ്ദേഹം ആ പാസ്പോർട്ടും വാങ്ങിച്ച് എയർപോർട്ടിൽ യാത്ര ആരംഭിക്കുന്നു. അദ്ദേഹം അമേരിക്കയിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കയിലേക്കുള്ള ദീർഘകാല വിസയൊക്കെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിലുണ്ട്. എന്തു തന്നെയായാലും ഈ യാത്രയിൽ ഇവിടുന്ന് കടമ്പകളൊന്നും കൂടാതെ അദ്ദേഹം സൗദി അറേബ്യയിലെ റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു. എയർപോർട്ടിൽ ചെന്നിറങ്ങി ഇമിഗ്രേഷനിലേക്ക് ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ഈ പാസ്പോർട്ട് എടുത്ത് വാങ്ങിയിട്ട് അതിൻ്റെ ഓരോ പേജും മറിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ വിസ? അപ്പോഴാണ് അദ്ദേഹവും നോക്കുന്നത്, ഇതിൽ വിസയില്ല, വിസ അടിച്ചിട്ടില്ല. ഈ ട്രാവൽ ഏജൻസിക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു. അശ്രദ്ധമായിട്ട് അത് കൈകാര്യം ചെയ്തു. എന്നാൽ അത് പുറപ്പെടുന്നതിന് മുമ്പ് ആ വിസ കണ്ട് ബോധ്യപ്പെടാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. വളരെ വലിയ പ്രശ്നമായി. അക്കാലത്തല്ല ഇക്കാലത്തും സൗദി അറേബ്യയിലേക്ക് ഒരാൾ വിസയില്ലാതെ ചെന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമായൊരവസ്ഥയാണ്. അയാളെ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റം. ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വന്നിറങ്ങിയ വിമാനത്തിൽ തന്നെ തിരിച്ച് കയറ്റി വിടുക. അപ്പോൾ ആ വിമാന കമ്പനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിമാന കമ്പനികൾ നമുക്ക് വിസ കൃത്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ കാര്യം. വിസയില്ലാതെ ഒരാൾ അവിടെ ചെന്നാൽ അയാളെ തിരിച്ച് നാട്ടിലെത്തിക്കേണ്ട ജോലി, അല്ലെങ്കിൽ തിരിച്ച് മടക്കി ആ രാജ്യത്ത് എത്തിക്കേണ്ട ജോലി എയർലൈനുകളുടേതാണ് നിയമപരമായിട്ട്. ഈ സമയമായപ്പോഴത്തേക്കും അദ്ദേഹം ചെന്ന് ഇറങ്ങിയ എയർ ഇന്ത്യ വിമാനം മടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. പിന്നെയുള്ള മാർഗം അവിടെ ഡീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ എയർപോർട്ടിനോടനുബന്ധിച്ച് ഒരു തടവറയുണ്ട്. ഇത്തരത്തിൽ ചെന്നിറങ്ങിയ ആളുകളെ പാർപ്പിക്കുന്ന, അവിടുന്ന് തിരിച്ചടുത്ത വിമാനത്തിൽ കയറിപ്പോകുന്നിടം വരെ പാർപ്പിക്കുന്ന ഒരു തരം തടവറ തന്നെ. അവിടെ കൊണ്ടുപോയി പാർപ്പിക്കണം. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ പറഞ്ഞു, വിശദീകരിച്ചു. എന്തോ ഭാഗ്യത്താൽ ആ ഉദ്യോഗസ്ഥൻ കുറച്ച് കരുണയുള്ള ഒരാളായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്കാരെങ്കിലും ഇവിടെ സുഹൃത്തുക്കളുണ്ടോ? ഉടനെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, ഡേവിഡ് ലൂക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠിയൊക്കെ ആയിരുന്ന ഒരാൾ. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ. അവിടുത്തെ വലിയൊരു പ്രിൻറ്റിംഗ് കോംപ്ലക്സ് നടത്തുന്ന സ്റ്റാർ പ്രിൻറ്റിങ്സ് എന്ന് പറയുന്ന വലിയൊരു പ്രിൻറ്റിംഗ് പ്രസ്ഥാനം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെടുന്നു. മിനിസ്ട്രിയിൽ നിന്ന് ഈ ഇമിഗ്രേഷനിലേക്ക് ഫോൺ ചെല്ലുന്നു. ഒടുവിൽ ഇദ്ദേഹത്തെ ഒരു റൂമിലേക്ക് മാറ്റുന്നു. റൂമിൽ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഈ ഉദ്യോഗസ്ഥൻ ലോഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പിതാവിനെ വേറൊരു വഴിക്കൂടെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നു, കാത്തിരിക്കുന്നു. ഇതെന്താ സ്ഥലമെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മനസ്സിലായില്ല. ഇതാണ് വിസയില്ലാതെ വരുന്നവരെ പാർപ്പിക്കുന്ന സ്ഥലം. ഇതൊരു ജയിലാണ്. നിങ്ങൾ ഇവിടെയാണ് വന്ന് കിടക്കേണ്ടിയിരുന്നത്. ഏതായാലും മുകളിൽ നിന്നുള്ള ഇടപെടൽ വന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു മുറിയിൽ പോയി കാത്തിരിക്കാം. ആ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡേവിഡ് ലൂക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തിരിച്ച് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അതുമായിട്ട് ആളെ ഇവിടെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നു. ഏതായാലും കുറേ സമയത്തെ ഏതാണ്ട് ഒരു ദിവസം നീണ്ട സംഘർഷങ്ങൾക്കും കൺഫ്യൂഷൻസിനും എല്ലാം ശേഷം ബോംബെയിലേക്കുള്ളൊരു വിമാനത്തിൽ അദ്ദേഹത്തെ കയറ്റിവിടുന്നു. അദ്ദേഹം തിരിച്ച് ബോംബെയിൽ എത്തുന്നു. പോയ കാര്യവും നടന്നില്ലെങ്കിലും ജയിലിൽ കിടക്കാതെ തിരിച്ച് നാട്ടിൽ വരുന്നു. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത ആളുകൾക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ക്യാമറയുമായിട്ട് പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളെങ്ങാനും ദൃശ്യത്തിനകത്ത് പെട്ടുപോയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ അവിടുത്തെ മതപോലീസിൻ്റെ സാന്നിധ്യം, അവരൊക്കം അവിടെ വെച്ച് തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്ന രീതി, ഇതൊക്കെ കേട്ട് ഭയപ്പെട്ടാണ് ഞാനിരിക്കുന്നത്. ഒടുവിൽ എന്തും വരട്ടെ പോകാൻ തീരുമാനിച്ചു. കാരണം അവിടുത്തെ ഒരു മിനിസ്ട്രി നമ്മൾ ക്ഷണിച്ചതാണ്, അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷണിച്ചതാണ്. പോകാമെന്ന് തീരുമാനിക്കുന്നു. ആദ്യം ദുബായിലേക്ക് ചെല്ലാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഞാനും ഡോക്ടർ ഷാഫിയും കൂടെ ദുബായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാറിൽ അബുദാബി വഴി അതിർത്തി കടന്ന് അവിടെ നിന്ന് റിയാദിലേക്ക് കാറിൽ സഞ്ചരിക്കാനാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ യാത്രയുടെ തൊട്ട് തലേ ദിവസം ഒരു അസൗകര്യം ഡോക്ടർ ഷാഫിക്ക് ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. ഞാൻ പക്ഷേ ദുബായിൽ ചെന്നിറങ്ങി. ഒരു ദിവസം രാവിലെയാണ് ഞാൻ ദുബായിൽ ചെന്നിറങ്ങുന്നത്. അന്ന് ഞങ്ങൾ പുറപ്പെടേണ്ടതാണെങ്കിലും ഡോക്ടർ ഷാഫിക്ക് കൂടെ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വൈകിട്ട് ദുബായിൽ നിന്ന് റിയാദിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു. ഫ്ലൈനാസ് എന്ന് പറയുന്ന
ഒരു ബജറ്റ് എയർലൈനിൽ പറക്കാനുള്ള ടിക്കറ്റ് എടുക്കുന്നു. രാത്രി 9:30 വിമാനത്തിൽ ഞാൻ ഫ്ലൈനാസ് വിമാനത്തിൽ കയറി ദമ്മാമിലേക്ക് പറക്കുകയാണ്. ദമ്മാമിൽ ചെന്ന് ഇറങ്ങണം. ദമ്മാമിൽ ഏതാണ്ട് 1.5 മണിക്കൂർ പറന്നാൽ നമ്മൾ ദമ്മാമിലെത്തും. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ആദ്യമായിട്ട് സൗദി അറേബ്യ ചെന്ന് ഇറങ്ങുന്നതെന്നുള്ളതുകൊണ്ട് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കണം. ഞാൻ മറ്റ് ആളുകൾക്കൊപ്പം, കാരണം അതിൽ പോകുന്ന കൂടുതലും ജോലിക്ക് ചെല്ലുന്ന ആളുകളും തൊഴിലാളികളും ഒക്കെയാണ്. ഏതായാലും ഞാനും അവരുടെ കൂടെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് നല്ല ശങ്കയുണ്ട്. കാരണം എന്തിനു വന്നു എന്നൊരു ചോദ്യത്തിന് ചിത്രീകരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താവും അവിടുത്തെ സ്ഥിതി എന്ന് എനിക്ക് അന്നും അറിയില്ല. കാരണം അതുവരെ അങ്ങനെ ആരും പോയതായ കഥ ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് വിസ തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. എങ്കിലും ഞാൻ ആ വിസയുമായി പാസ്പോർട്ടുമായിട്ട് എമിഗ്രേഷനിൽ ചെല്ലുന്നു. ഉദ്യോഗസ്ഥനെ പേപ്പറുകൾ കാണിക്കുന്നു. അദ്ദേഹം അത് വായിച്ചു നോക്കി സീലടിച്ച് തരുന്നു. ഒരു ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകുന്നില്ല. വളരെ സ്മൂത്തായി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി ഞാൻ പുറത്തേക്ക് കടക്കുന്നു. പുറത്തേക്ക് കടന്നാൽ ഇനി ഡൊമസ്റ്റിക് വിമാനത്തിൽ എനിക്ക് റിയാദിലേക്ക് പറക്കണം. അടുത്തത് ഏതാണ്ട് 1:30-ക്കാണ്, രാത്രി 1:30-ക്കാണ് റിയാദിലേക്കുള്ള വിമാനം. അതാണ് എൻ്റെ കയ്യിലുള്ള ടിക്കറ്റിൽ പറയുന്നത്. വിമാനത്തിൻ്റെ ഷെഡ്യൂളുകൾ കാണിക്കുന്ന ബോർഡിൽ ഫ്ലൈനാസിൻ്റെ റിയാദിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ കാര്യം അനിശ്ചിതമായിട്ടാണ് കിടക്കുന്നത്. അതിനകത്ത് ഏത് സമയത്ത് പുറപ്പെടുമെന്ന് കാണിക്കുന്നില്ല. സമയം കടന്നു പോവുകയാണ്. 12 മണിയായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം തലേദിവസവും രാത്രി യാത്രയായിരുന്നു, ദുബായിലേക്കുള്ള യാത്ര. ഇന്ന് ഈ സമയമായപ്പോഴത്തേക്ക് ഉറക്കം വന്നു തുടങ്ങി. ഞാനവിടെ ഒരു കസേരയിലിരുന്ന് പയ്യെ മയങ്ങി. ഒരു 1 മണിയായപ്പം വീണ്ടും ഉണർന്നു നോക്കുമ്പോഴും ഒരു തീരുമാനമില്ല. അപ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. റിയാദിലേക്കുള്ള എല്ലാ വിമാന സർവീസും നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അറിയിപ്പ്. എന്താ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ കണ്ടുപിടിക്കാനായി ഞാൻ ചുറ്റും നടക്കുകയാണ്. ആ ഭാഗത്തൂടെ എല്ലാം നടക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഒരു കിയോസ്ക്. അപ്പോഴാണ് അതിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അവിടെ ഏതാനും അറബി വേഷം ധരിച്ച പുരുഷന്മാർ നിൽക്കുന്നുണ്ട്. അത് സൗദി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിയോസ്കാണ്. സൗദിയുടെ അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ബോർഡ് വെച്ച ഒരു കിയോസ്ക്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കാരണം ഞാൻ വന്നിരിക്കുന്നതും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണ്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിയോസ്കാണ്. ഞാൻ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ അവർ ഹൃദ്യമായ സ്വീകരണമാണ്. വരുമ്പോഴേ ഒരു കപ്പ് കാപ്പി, കാവ അല്ലെങ്കിൽ ഗാവ എന്ന് പറയുന്ന ഒരു നല്ല ചൂട് കാപ്പി തരുന്നു. അതോടൊപ്പം നമ്മുടെ ഈന്തപ്പഴം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ പറയുന്നു. ഞാൻ കാപ്പി കുടിക്കുന്നു, 3-4 ഈന്തപ്പഴം കഴിക്കുന്നു. അപ്പോഴത്തേക്ക് അവർ പറയുന്നു കഴിക്കൂ. വളരെ ആതിഥ്യമര്യാദയോടെ വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഞാനിങ്ങനെ വന്നിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷണമനുസരിച്ച് വന്നതാണ്. സൗദിയുടെ ടൂറിസം സാധ്യതകൾ, ടൂറിസം മേഖലകളിലൂടെ ഒരു സഞ്ചാരത്തിന് വേണ്ടി വന്നതാണ്. അവർക്ക് വലിയ എക്സൈറ്റ്മെൻറ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എൻ്റെ വിമാനം അനിശ്ചിതമായിട്ട് റിയാദിലേക്കുള്ള മുടങ്ങിയിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ആ ചെറുപ്പക്കാരൻ ആരെയൊക്കെ വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറയുന്നു, റിയാദിൽ ഹൂത്തികളുടെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായി കുറച്ച് മുമ്പ്. വിമാനത്താവളത്തോടനുബന്ധിച്ച് തന്നെയുള്ള ചില സ്ഥാപനങ്ങളിൽ ഈ റോക്കറ്റ് ചെന്ന് പതിച്ചു. കുറച്ച് അപകടം ഉണ്ടായി. കൂടാതെ അവിടുത്തെ ഒരു എണ്ണ സംഭരണശാല കത്തിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിന് സമീപം തന്നെയുള്ളതാണ്. അതുകൊണ്ട് കുറേ നേരത്തേക്ക് ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കാകെ കൺഫ്യൂഷൻ. ഇത് എത്ര നേരത്തേക്ക് പോകും, എത്ര ദിവസത്തേക്ക് പോകും? ഞാനിപ്പോൾ ദമാം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പറഞ്ഞു എപ്പോൾ വരുമെന്ന് അറിയില്ല, കാരണം ഇങ്ങനെയൊരു സാഹചര്യമല്ലേ. ഏതായാലും നിങ്ങൾ ഗേറ്റിൽ പോയി കാത്തിരിക്കൂ, അവിടെ ഏതായാലും എയർലൈൻ്റെ ഉദ്യോഗസ്ഥർ വരും, കാര്യങ്ങൾ വിശദീകരിക്കും. ഞാൻ വീണ്ടും ഗേറ്റിലേക്ക് ചെല്ലുന്നു. അപ്പോഴത്തേക്കും മണി ഏതാണ്ട് 2 മണിയാകാറായി. ഒരു വിവരവുമില്ല. കാത്തിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ ഒരു വിവരം വരുന്നു. റിയാദിലെ എയർപോർട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിമാനം 3:30-ക്ക് പുറപ്പെടും. ഞങ്ങൾ ഗേറ്റിലേക്ക് ചെല്ലുന്നു. വിമാനത്തിലേക്ക് ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. വിമാനത്തിനുള്ളിൽ നിറയെ ആളുകൾ, ഒരു സീറ്റ് പോലും ഒഴിവില്ല. 1 മണിക്കൂറും 5 മിനിറ്റും ഉള്ള പറക്കുന്നു. റിയാദിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു. അവിടുന്ന് ഒരു ബസ്സിൽ ഡൊമസ്റ്റിക് ടെർമിനലിലെ പ്രധാന കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഈ റിയാദിലെ ഈ കിങ് ഖാലിദ് എയർപോർട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിഗംഭീരമായ എയർപോർട്ട്, അതിവിശാലമായ എയർപോർട്ട്, 5 ടെർമിനലുകളായി പരന്ന് കിടക്കുകയാണ്. അങ്ങനെ നടന്ന് ഞാൻ അറൈവൽ ഏരിയയിലേക്ക് വരുന്നു. ഇനി അറൈവൽ ഏരിയയിൽ എന്നെ കാത്തൊരാൾ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ആളെ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡേവിഡ് ലൂക്ക് എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു, ഞാനിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുണ്ട്, നൗഷാദ്,
അദ്ദേഹത്തിനെ വണ്ടിയും കൊടുത്ത് വിട്ടേക്കാം, അദ്ദേഹം എയർപോർട്ടിൽ കാത്തു നിൽക്കും, ഈ അറൈവൽ ഹാളിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അറൈവൽ ഹാളിൽ പക്ഷേ നൗഷാദിനെ കാണുന്നില്ല, ഒരു മലയാളിയും കാണുന്നില്ല. എൻ്റെ ഈ നമ്പറുണ്ട്, ഞാൻ നൗഷാദിനെ വിളിച്ചു. അപ്പോൾ നൗഷാദ് വണ്ടിയിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ 3-4 മണിക്കൂർ എയർപോർട്ടിൽ അറൈവൽ ഹാളിൽ വന്ന് കാത്തിരുന്നു, നിങ്ങളുടെ വിമാനം വന്നില്ല, ഒരു വിമാനവും പറക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് വണ്ടിക്കകത്ത് വന്നിരുന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തുനിന്നപ്പോഴത്തേക്ക് നൗഷാദ് വരുന്നു. ഞാൻ നൗഷാദിൻ്റെ ഒപ്പം പുറത്തേക്ക് നടക്കുന്നു. ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ പാർക്കിംഗ് ഫീസൊക്കെ നമ്മൾ അടയ്ക്കുന്നത് കാർഡ് കൊണ്ടാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോർച്യൂണർ കാറുമായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളതിൽ കയറി നഗരത്തിലേക്ക്, ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട് നഗരഹൃദയത്തിലേക്ക്, അങ്ങോട്ട് പോവുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചിത്രീകരിച്ച് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഓടി 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തുന്നു. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നരായ ആളുകൾ വസിക്കുന്ന, പണ്ട് ഈ സൗദി രാജകുടുംബത്തിലെ അംഗങ്ങളൊക്കെ താമസിച്ചിരുന്നൊരു പ്രദേശമാണ്. അവിടെയാണ് ഈ ഡേവിഡ് ലൂക്ക് എന്ന് പറയുന്ന, ഞങ്ങൾ ഡേവിഡ് അങ്കിൾ എന്ന് വിളിക്കുന്ന അദ്ദേഹം താമസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉയർന്ന 1.5 ആൾ പൊക്കമുള്ള മതിലുകളാണ് റോഡ് സൈഡിൽ. ഈ മതിലുകളിൽ ഓരോ ഡോറുകളുണ്ട്. ഈ ഡോറാണ് ഓരോ കെട്ടിടത്തിനകത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ, മതിലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഈ നൗഷാദിൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ട്. ആ കീ കൊണ്ട് ഈ ഗേറ്റ് തുറന്നു, അകത്തേക്ക് ചെന്നു. അകത്തൊരു വലിയ ബംഗ്ലാവാണ്. ആ ബംഗ്ലാവിൻ്റെ വാതിൽ പൂട്ടിയിട്ടില്ല, അത് തള്ളി തുറന്നു. കാരണം അത് തുറന്നിട്ടിട്ടാണ് ഡേവിഡ് അങ്കിൾ കിടന്നുറങ്ങിയത്. അദ്ദേഹം മാത്രമേ അപ്പോൾ വീട്ടിലുള്ളൂ. അദ്ദേഹം ഒരു ജോലിക്കാരനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയൊക്കെ നൗഷാദിനറിയാം. നൗഷാദ് എന്നെയും കൊണ്ട് ആ മുകളിലത്തെ നിലയിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച മുറിയിലേക്ക് കൊണ്ടാക്കി. നൗഷാദ് പറഞ്ഞു, എന്നിട്ട് ഞാൻ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും വന്നേക്കാം എന്ന് പറഞ്ഞ് നൗഷാദ് ഇറങ്ങി പോകുന്നു. ഞാൻ ആ മുറിക്കകത്ത് കിടന്നുറങ്ങി. രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണർന്നു, റെഡിയായി താഴെ ചെല്ലുമ്പം, ആ താഴത്തെ ഹാളിലേക്ക് ചെല്ലുമ്പം അവിടെ നമ്മുടെ ഡേവിഡ് ലൂക്ക് എന്ന ഡേവിഡ് അങ്കിൾ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം ഓഫീസിലേക്ക് പോകാൻ റെഡിയായിരിക്കുക. അദ്ദേഹം സ്റ്റാർ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്ന റിയാദിലെ തന്നെ ഏറ്റവും വലിയ പ്രിൻറ്റിംഗ് ഫെസിലിറ്റികൾ നടത്തുന്ന ഒരാളാണ്. പതിറ്റാണ്ടുകളായി അദ്ദേഹം അവിടെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രിൻറ്റിംഗ് പ്രസ്സുകളിലൊന്നാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഉണർന്നെഴുന്നേക്കാൻ അല്പം വൈകിയതുകൊണ്ട് ഇദ്ദേഹം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനും നൗഷാദും കൂടെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇവിടെ അടുത്ത് തന്നെ, ഈ താമസിക്കുന്നതിന് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് ഒരു നല്ല മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ നല്ല നാടൻ വിഭവങ്ങൾ കിട്ടും. മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റുമാണ്. അപ്പോൾ എനിക്കൊരു കഥയും കിട്ടും, മലയാളി ജീവിതം കാണുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അദ്ദേഹം യാത്ര പറഞ്ഞ് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി. നൗഷാദ് അപ്പോഴത്തേക്കും കയറി വന്നു. ഞാനും നൗഷാദും കൂടെ ആ ബംഗ്ലാവും അതിൻ്റെ പരിസരമൊക്കെ ഷൂട്ട് ചെയ്തു. അതിഗംഭീരമായൊരു ബംഗ്ലാവാണ്. ഇവിടെയൊന്നും മലയാളികൾക്ക് സ്വന്തമായി വീട് വാങ്ങാൻ കഴിയില്ല. ഇതൊക്കെ വാടകയ്ക്ക്, ഈ രാജകുടുംബാംഗങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങളാണിതൊക്കെ. അതിനോടനുബന്ധമായിട്ട് സ്വിമ്മിംഗ് പൂളും എല്ലാ ഫെസിലിറ്റികളും ഉള്ള വമ്പനൊരു ബംഗ്ലാവാണ്. ഏതായാലും ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിറങ്ങി നൗഷാദിൻ്റെ കാറിൽ ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയായി. അൽമാസ് ഹോട്ടൽ മലയാളികളുടെ ഹോട്ടലാണ്. അതിലേക്ക് കയറി ചെല്ലുമ്പോൾ അകത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നൗഷാദ് എന്നെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. മുകളിലത്തെ നിലയിൽ അധികം ആളുകളില്ല. അവിടെ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഒന്നാന്തരം അപ്പം, വെള്ളയപ്പം, മുട്ടക്കറി, പിന്നെ നല്ല ഗംഭീരം ചായ. 3-4 അപ്പവും മുട്ടക്കറിയും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മലയാളത്തിൽ കുറച്ച് ഡയലോഗുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. നോക്കുമ്പോൾ മലയാളികളുടെ ഒരു സംഘമാണ്. ഇതെങ്ങനെ അറിഞ്ഞു? ഞാനവിടെ ചെന്നവർ എനിക്കറിയില്ല. മലയാളികൾ ധാരാളമായിട്ട് ജോലി ചെയ്യുന്ന നാടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഇതാണ്. ആളുകൾ നമ്മളെ വൈകുന്നേരം പല പരിപാടികൾക്ക് ക്ഷണിക്കും. അവരുടെ ഒത്തുചേരലുകൾ, സംഘടനകളുടെ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളവിടെ ചെന്ന ദിവസം ഒന്ന് പങ്കെടുക്കണമെന്ന് അവരാഗ്രഹിക്കും. അത് നല്ല കാര്യമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നം, നമ്മൾ ഈ 2-3 ദിവസത്തേക്ക് ചെല്ലുമ്പോൾ ആ ദിവസം കൊണ്ട് പരമാവധി ചിത്രീകരിച്ച് തീർക്കേണ്ടതുള്ളത് കൊണ്ടും ആ നഗരത്തിന് പുറത്ത് മറ്റ് പല സ്ഥലങ്ങളിലുമായിരിക്കും ആ സമയത്തെന്നുള്ളത് കൊണ്ടും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. പലപ്പോഴും ആളുകൾക്ക് ചെറിയ നിരാശയും സങ്കടമൊക്കെ ഉണ്ടാക്കാറുണ്ട്, വിഷമം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ എത്തിയ വിവരം അധികം ആളുകളെ അറിയിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ ഈ ചില്ലലമാര പോലെ, ഹോട്ടലുകളിലെ ചില്ലലമാര പോലെ അവിടെയുണ്ടൊരു ചില്ലലമാര. അതിനകത്ത് കുറേ വിഭവങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരു ഭാഗത്ത് സമോസ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു, വേറൊരു ഭാഗത്ത് പഴം നിറച്ചത്, പിന്നെ വേറെ എന്തൊക്കെയോ പൊരി പോലെ പലഹാരങ്ങൾ. അപ്പോൾ പഴം നിറച്ചത് കണ്ടപ്പോൾ കൊതി സഹിക്കാൻ വയ്യ. ഉടനെ ഞാനും നൗഷാദും ഒരു 3 വീതം പായ്ക്ക് തീർത്തു. കാരണം നമുക്ക്
വഴിക്ക് കഴിക്കാം. മാത്രമല്ല ഉച്ചയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് നിർത്തിയണമെന്നില്ല. കാരണം നമ്മൾ കുറച്ച് അകലേക്ക് നഗരഹൃദയത്തിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പോകാനാണ് പദ്ധതി. അങ്ങനെ പഴം നിറച്ചതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് ധീര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. റിയാദിൻ്റെ ഏറ്റവും ചരിത്രമുള്ള ഏറ്റവും പുരാതനമായ ഒരു നഗരഭാഗമാണ് ധീര പ്രദേശം. ധീരയാണ് സംഭവബഹുലമായ സൗദി അറേബ്യൻ കഥകളുടെ ചരിത്രത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനം. അവിടുന്ന് തന്നെ കഥകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ധീരയിലെ വലിയൊരു കോട്ടയുണ്ട്, ഒരു സിറ്റാഡൽ പോലത്തെ ഒരു ഭാഗം. അവിടമായിരുന്നു ഒരു കാലത്ത് ഈ റിയാദ് എന്ന നഗരത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം. അതിനും മുമ്പ് സൗദി അറേബ്യ എന്ന രാഷ്ട്രം സൗദി എന്ന് പറയുന്ന രാഷ്ട്രമായി അറേബ്യ മാറുമ്പോൾ അതിന് സഹായകരമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയതും ആ കോട്ടയ്ക്കകത്ത് വെച്ചാണ്. അതുകൊണ്ട് അവിടുന്ന് ചിത്രീകരണം ആരംഭിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് വണ്ടി വിടുന്നു. പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും മിനിസ്ട്രികളുടെ ഓഫീസുകൾ, എംബസി കെട്ടിടങ്ങളൊക്കെ കാണുകയാണ്. ആ കെട്ടിടങ്ങൾ പലതും 70കളിലും 80കളിലും എല്ലാം പണിതാണ്. അത് ചിത്രീകരിച്ച് അങ്ങ് പോകുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, 70കളിലും 80കളിലും ഒക്കെ പണിത ആ കെട്ടിടങ്ങളുടെ എല്ലാ നിർമ്മാണത്തിൽ എത്രയോ ആയിരം മലയാളികളുടെ അധ്വാനമുണ്ടാവാം, വിയർപ്പുണ്ടാവാം, അവർ പണിയെടുത്തിട്ടുണ്ടാവാം. ആ റിയാദിൻ്റെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും പണിയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ മലയാളികൾ പണിയെടുത്തിട്ടുണ്ടാവാം. ആ കഥകൾ ഓർത്താണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചില ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ 80കളിലും 70കളിലും റിയാദിലും സൗദി അറേബ്യയിലും ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അയച്ചിരുന്ന കത്തുകളുടെ വരികൾ ഞാൻ ഓർത്തെടുത്തു. അന്നത്തെ ജീവിത കഥകൾ അവർ നാട്ടിൽ അവധിക്ക് വരുമ്പോൾ പറഞ്ഞിരുന്ന റിയാദിൻ്റെ കഥകൾ ഞാൻ ഓർത്തെടുത്തു. അവിടെ അന്നത്തെ ജീവിത രീതികൾ, അക്കാലത്തെ വേനൽക്കാലത്തെ ചൂട്, തണുപ്പ് കാലത്തെ തണുപ്പ്, വീട്ടുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പ്, ഇതിൻ്റെ എല്ലാം കഥകൾ, അതെല്ലാം നടന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മളിന്ന് ഇത്തവണ സഞ്ചരിക്കുകയാണ്. നമ്മളങ്ങനെ സഞ്ചരിച്ച് ധീര സ്ക്വയറിലേക്ക് എത്തുമ്പോൾ, അതിനടുത്തേക്ക് എത്തുമ്പോൾ റോഡിൻ്റെ രണ്ട് വശത്തും കാണുന്നത് മണ്ണുകൊണ്ട് പണിത കോട്ടകളാണ്, മണ്ണുകൊണ്ട് പണിത കെട്ടിടങ്ങളാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. നമ്മൾ വന്നിറങ്ങുമ്പോൾ കണ്ട മോഡേണായ എയർപോർട്ടും മോഡേണായ കെട്ടിടങ്ങളുള്ള റിയാദല്ല, മണ്ണുകൊണ്ട് പണിത, ചെളി കൊണ്ട് പണിത കെട്ടിടങ്ങളുള്ള റിയാദിൻ്റെ പഴയ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചില കെട്ടിടങ്ങളൊക്കെ തകർന്നു തുടങ്ങിയിരിക്കുന്നു, മറ്റ് ചില കെട്ടിടങ്ങൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു. ഈ ധീര സ്ക്വയർ പുതുതായി നവീകരിച്ചു കഴിഞ്ഞു. ആ മൺനിറത്തിൽ തന്നെ, പുരാതനമായ കെട്ടിടങ്ങളുടെ ശൈലിയിൽ തന്നെ ആധുനിക രീതിയിൽ പണിതു വച്ചിരിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ, അതെല്ലാം കലാപരമായി ആ പൗരാണിക ഭാവത്തോടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയൊരു സ്ക്വയർ, വിശാലമായ സ്ക്വയർ, അതിനു ചുറ്റും ചരിത്ര മന്ദിരങ്ങൾ പോലെ ആധുനിക കാലത്ത് ആ ചരിത്രം ഓർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, അതിഗംഭീരമായൊരു ടൂറിസം ഡെസ്റ്റിനേഷനാകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ധീര സ്ക്വയർ. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ നിർമ്മിതി നമുക്ക് അങ്ങ് ചെല്ലുമ്പോഴേ കാണാം. ആ കോട്ട, മണ്ണുകൊണ്ട് പണിത ആ കൂറ്റൻ കോട്ട, അൽമസ്മാക്ക് കോട്ട. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്യാവുന്നിടത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് നൗഷാദും ഞാനും കൂടെ ഈ അൽമസ്മാക്ക് കോട്ട കാണാൻ വേണ്ടി കോട്ടയുടെ മുന്നിലേക്ക് നടന്നു. ഈ കോട്ടയുടെ മുന്നിലേക്ക് നടക്കുമ്പോൾ ഉള്ള കാഴ്ച എന്താ പറയുമോ? ധാരാളം ടൂറിസ്റ്റുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയായ പാശ്ചാത്യ ടൂറിസ്റ്റുകൾ. അവർ പാശ്ചാത്യ ശൈലിയിൽ തന്നെ വേഷം ധരിച്ചിരിക്കുന്നു. സ്ത്രീകളും ഒക്കെ പാശ്ചാത്യ വേഷം ധരിച്ചിരിക്കുന്നു. എന്തൊരു മാറ്റമാണത്! ഞാൻ അറിഞ്ഞിരിക്കുന്ന സൗദി അറേബ്യ സ്ത്രീകൾ പർദ്ദയിട്ടല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരായി എത്തുന്നവർ പോലും പർദ്ദയിട്ട് മാത്രം പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരത്തിലെ തെരുവുകളിലൂടെ, പ്രധാന ചത്വരത്തിലൂടെ പാശ്ചാത്യ വേഷത്തിൽ വനിതകൾ നടന്നു പോകുന്നു. പാശ്ചാത്യ വനിതകൾ ടൂറിസ്റ്റുകളാണ്. ആ ടൂറിസ്റ്റ് സംഘങ്ങൾക്കൊപ്പം ഞാനും നടന്നു. ഈ കോട്ടയ്ക്കകത്തേക്ക് കയറാം. അതിനകത്ത് കയറി കഴിയുമ്പോൾ ആ പരമ്പരാഗത ശൈലിയിൽ തന്നെ നൂറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു ആ കോട്ട അതേ രൂപത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അത് നവീകരിച്ചിട്ടുണ്ട്. വൈക്കോലോ പുല്ലോ ഒക്കെ മണ്ണിനൊപ്പം ചേർത്ത് കുഴച്ച് പിടിപ്പിച്ച ഭിത്തികൾ, മേൽക്കൂരയാവട്ടെ ഈന്തപ്പനയുടെ തണ്ടുകൾ പാകി അതിനുമേലെ മണ്ണും കുഴമണ്ണും നിരത്തി ഉണ്ടാക്കിയ മേൽക്കൂര, അത് നല്ല തണുപ്പുള്ള ഉൾത്തളങ്ങൾ, അതിനകത്ത് അതിൻ്റെ ചരിത്രം, സൗദി അറേബ്യയുടെ ചരിത്രം, റിയാദിൻ്റെ ചരിത്രം, ഈ കോട്ടയുടെ ചരിത്രം ഒക്കെ വിവരിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ, പലയിടത്തും ആയുധങ്ങൾ, വീട്ടുപകരണങ്ങൾ, അന്ന് ഈ കോട്ട ഒരു ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. ഈ കോട്ടയ്ക്കകത്തൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം അവിടെ വിവരിക്കുന്നുണ്ട്. മുഹമ്മദ് നബിക്കൊക്കെ മുമ്പ്, അതായത് 7-ാം നൂറ്റാണ്ടിന് മുമ്പ് മക്കയിലും മദീനയും അതുപോലുള്ള വാണിജ്യ നഗരങ്ങളിലും അല്ലാതെ ബാക്കി ഉൾനാടുകളിലെല്ലാം പ്രാകൃതരായ ഗോത്രവർഗ്ഗക്കാരായിരുന്നു വസിച്ചിരുന്നത്. അവരാട് മേച്ചും ഒട്ടകത്തെ മേച്ചും ഒക്കെ നടന്നിരുന്ന പ്രാകൃത മനുഷ്യരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി ഇവരെയെല്ലാം ഏകീകരിക്കുകയും അവരെയെല്ലാം ഒരു ധാരയിലേക്ക് കൊണ്ടുവരികയും ഒരു രാഷ്ട്രസങ്കല്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഈ സൗദി ഉൾനാടുകളൊക്കെ പല വഴിക്ക് പിരിഞ്ഞു. പിന്നീട്
ഒട്ടോമാൻ തുർക്കികളുടെ ഭരണത്തിലായി, പല ഭരണ സംവിധാനങ്ങളുടെ കീഴിലായി. അതിനൊക്കെ ശേഷം പിന്നീട് 1700-കളിലാണ് സൗദ് രാജവംശം കുറേശ്ശെയായി അധികാരം തിരിച്ചു പിടിക്കുകയും സൗദിയെ ഒരു ഏകീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ അതും പൂർണ്ണമായ വിജയമായില്ല. പിന്നീട് 1900-ൻ്റെ ആദ്യ നാളുകളിലാണ് കിങ് അബ്ദുൾ അസീസ് എന്ന രാജാവ് ഈ പ്രദേശത്തെ ഓട്ടോമാൻ തുർക്കികളിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് തുടക്കമിട്ടത്. പിന്നീട് അത് വിപുലീകൃതമായി. പിന്നീട് സൗദി അറേബ്യ എന്ന പേരിൽ ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രമായി അത് രൂപം കൊള്ളുകയായിരുന്നു. പക്ഷേ അപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയുമുള്ള ഉൾനാടുകളായിരുന്നു സൗദി അറേബ്യയ്ക്ക്. ആടുമേയ്ച്ചും ഒട്ടകത്തെ മേയ്ച്ചും നടന്നിരുന്നവർ, മീൻ പിടിച്ച് ഉപജീവനം നടത്തിയിരുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പരമദരിദ്രമായ ലോകരാജ്യങ്ങളിലൊന്നായിരുന്നു അക്കാലത്തെ സൗദി അറേബ്യ. തീർത്ഥാടകരായി എത്തുന്ന ആളുകൾ മക്കയിലേക്കും മദീനയിലേക്കും എത്തിയിരുന്നു. ആ പ്രദേശമൊക്കെ കുറേയൊക്കെ വികസിതമായിരുന്നു. ബാക്കി ഉൾനാടുകളെല്ലാം പ്രാകൃതാവസ്ഥയിലായിരുന്നു സൗദി അറേബ്യയിൽ. എന്നാൽ 1930-കളായപ്പോഴത്തേക്കും എണ്ണയുടെ കണ്ടെത്തൽ അതിൻ്റെ സാധ്യതകളിലേക്ക് വളർന്നപ്പോൾ സൗദി അറേബ്യ ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുകയായിരുന്നു. അപ്പോൾ അതുവരെയുള്ള ചരിത്രമൊക്കെയാണ് ഈ കോട്ടയ്ക്കകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ ചരിത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു ചെല്ലുന്നത് ധീര സ്ക്വയറിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടു വശത്തും ചുറ്റോട് ചുറ്റും മനോഹരമായ കെട്ടിടങ്ങൾ പുതുതായി പണിത്. ആ കെട്ടിടങ്ങളൊന്നും മോഡേൺ കെട്ടിടങ്ങളല്ല, ആ പൗരാണിക ഭാവത്തിൽ പുതുതായി പണിത കെട്ടിടങ്ങൾ. അതിമനോഹരമാണ് ആ പ്രദേശമാകെ. അതിൻ്റെ മധ്യത്തിൽ കല്ല് വിരിച്ച സുന്ദരമായൊരു സ്ക്വയർ. അതിൻ്റെ ഒരതിരിൽ ധീരയിലെ മോസ്ക്. ഈ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ താഴത്തെ നിലകളെല്ലാം ഷോപ്പിങ്ങിൻ്റെ കേന്ദ്രങ്ങളാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, സുവനീറുകൾ, റെസ്റ്റോറൻറ്റുകൾ, അറബി ഭക്ഷണം കിട്ടുന്ന നിരവധിയായ ഭക്ഷണശാലകളൊക്കെ നിരന്ന ഗംഭീരമായ സ്ഥലം. അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ വലിയൊരു കഥയാണ് നൗഷാദ് പറയുന്നത്. കഥയല്ല, സംഭവങ്ങളാണ്. ഈ കോവിഡിന് മുമ്പ് വരെ ഈ ധീര സ്ക്വയറിന് വലിയൊരു നിയോഗം ഉണ്ടായിരുന്നു. ഈ സ്ക്വയറിൽ വെച്ചാണ് ഓരോ വർഷവും നിരവധി ആളുകളുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നത്. ഈ ധീര സ്ക്വയറിൻ്റെ നടുക്ക് വെച്ചായിരുന്നു. സൗദി അറേബ്യയിലെ ശിക്ഷാവിധികളെല്ലാം ശരിയാ നിയമപ്രകാരമാണ്. കൊടിയ തെറ്റുകൾ ചെയ്താൽ കൊടിയ ശിക്ഷ തന്നെ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനം വധശിക്ഷ തന്നെയായിരിക്കും. ആ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുകയായി. ശിക്ഷ വിധിച്ചാൽ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ പ്രാർത്ഥന കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങി വരുന്ന സമയത്ത്, അതായത് ഈ ധീര മോസ്കിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വധശിക്ഷ നടപ്പാക്കിയിരിക്കും. 2023 170-ലേറെ പേരെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നാണ് കണക്ക്. 2024 ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്, കഴുത്ത് വെട്ടിയുള്ള ശിരച്ഛേദനം നടത്തിയുള്ള വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. 345-ലേറെ പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നാണ് കണക്ക്. അതിലെ വലിയൊരു ശതമാനം ആളുകളെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് നേരത്തെ ആദ്യകാലത്ത് ഈ ധീര സ്ക്വയറിൽ വെച്ചായിരുന്നു. അതും പരസ്യമായിട്ടായിരുന്നു. ഇന്ന് സൗദി അറേബ്യയിൽ പൊതുജനം കാണെ പരസ്യമായി നടത്തുന്ന വധശിക്ഷകൾ ഇപ്പോൾ നടത്തുന്നില്ല. എന്നാൽ നേരത്തെ കോവിഡിനൊക്കെ മുമ്പ് ആ വധശിക്ഷകളുണ്ടായിരുന്നു. അത് കാണാൻ ആളുകൾ ഈ സ്ക്വയറിൽ തടിച്ചു കൂടുമായിരുന്നു. ഈ ധീര മോസ്കിൽ നിന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾ അവിടെ വട്ടത്തിൽ തടിച്ചുകൂടി നിൽക്കും. അപ്പോഴേക്കും ഈ കുറ്റവാളിയെ ഒരു വാഹനത്തിൽ ചങ്ങലക്കിട്ട് ഈ സ്ക്വയറിന് നടുക്കേക്ക് കൊണ്ടുവരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഇയാൾ ചെയ്ത തെറ്റെന്ത്, കുറ്റം, അയാൾക്കെതിരെ ഉള്ള കുറ്റപത്രം വായിക്കും. ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോഴേക്കും മറ്റൊരു പോലീസ് വാഹനത്തിൽ വെള്ളവസ്ത്രധാരിയായ ഒരാളിറങ്ങി വരും. ആരാച്ചാരാണ് അദ്ദേഹം. ഈ കുറ്റവാളി ഈ ആരാച്ചാരുടെ മുന്നിൽ മുട്ടുകുത്തി തല മുന്നോട്ടാഞ്ഞ് അങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും ആരാച്ചാരുടെ സഹായി നല്ല തിളങ്ങുന്ന ഒരു വാള് ആരാച്ചാരുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. ആ വലിയ വാള് ഒന്ന് ഉയർത്തി താഴ്പ്പോഴേക്കും ആ ഉടലിൽ നിന്ന് ആ കുറ്റവാളിയുടെ ശിരസ് വേർപെട്ട് ഉരുണ്ടു മാറിയിട്ടുണ്ടാവും. ആ ശരീരം അവിടെ വീഴും. ഒരു ഡോക്ടർ വന്ന് ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം ഈ പോലീസ് ഓഫീസർ വീണ്ടും ഒരിക്കൽ കൂടി ഇയാൾ ചെയ്ത തെറ്റ്, ഇയാൾക്കെതിരെയായ കുറ്റപത്രം വായിക്കുന്നു. അതിനുശേഷം ആരാച്ചാര് ആ വന്ന പോലീസ് വാഹനത്തിൽ തന്നെ കയറി സ്ഥലം വിടുന്നു. സ്ട്രക്ചറുമായി ഏതാനും ഉദ്യോഗസ്ഥർ വരുന്നു. ഉരുണ്ടുപോയ തലയും അവശേഷിക്കുന്ന ശരീരവും ആ സ്ട്രക്ചറിൽ കയറ്റി മറ്റൊരു വാഹനത്തിൽ അവിടെ വന്ന് മാറ്റുന്നു. ഏതാനും ജീവനക്കാർ വന്ന് അവിടെ വീണ രക്തവും ഒക്കെ ക്ലീൻ ചെയ്ത് അവിടെ പഴയ പോലെ വൃത്തിയാക്കുന്നു. ആളുകൾ പിരിഞ്ഞു പോകുന്നു. ഏതാനും മിനിറ്റ് കൊണ്ടെല്ലാം കഴിയുന്നു. ഒരു ജീവിതം അവസാനിക്കുന്നു.
അങ്ങനെ ആയിരം ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയമായ ഒരു സ്ക്വയറിലാണ് ഞാൻ നൗഷാദ് കൂടെ നിൽക്കുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.